താമരശ്ശേരി പറഞ്ഞ അമ്പായത്തൂർ കാറ്റാടിക്കുന്നുമൽ പുതുതായി 2 വർഷമായി ഒരു അമ്പലം തുടങ്ങിയിട്ട് ഇവിടെ രണ്ടാമത്തെ വർഷത്തിൽ ഇവിടെ അവർ ഇന്ന് ഈ അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് നോക്കാം, അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെയൊക്കെ തറവാടാണിത്. ഏറെക്കുറെ പറയുകയാണെങ്കിൽ ഒരു 40-45 വർഷം മുമ്പുള്ള ഒരു ഓർമ്മയാണ് എനിക്കുള്ളത്. അന്ന് ഇവിടെ ചെറിയൊരു മണ്ഡപമൊക്കെ ആയിട്ട് ചെറിയ മൺതറകളൊക്കെ ആയിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊന്നും കുട്ടികളായതുകൊണ്ട് തന്നെ അത്ര വലിയ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല, വിളക്ക് കത്തിക്കും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് സമ്മർ വെക്കേഷനൊക്കെ ഇവിടെ വരാറുണ്ടായിരുന്നു. പിന്നെ ഒരു നല്ല മണ്ഡപമായിട്ട് കെട്ടി ഉയർത്തി വന്ന് അത് അമ്മയും അച്ഛനൊക്കെ പരിപാലിച്ചു പോകുന്ന ഉത്സവങ്ങളൊക്കെ നടത്തിയിരുന്നു. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ താലപ്പൊലിയൊക്കെ എടുത്തൊരു സന്ദർഭം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവരൊക്കെ മരണപ്പെട്ടപ്പോൾ പിന്നെ ചെറിയ മാമന് വന്നപ്പോൾ പിന്നെ അടുത്ത തലമുറയ്ക്ക് നടത്തി കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലാത്തത് അത് അവരത് പൊളിച്ചു കളഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളൊക്കെ ആണല്ലോ അടുത്ത തലമുറകൾ. അപ്പൊ ഞങ്ങൾ വളർന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നു. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഞങ്ങളെ എന്തെങ്കിലും കാര്യം ഒരു പണിക്കരെ നോക്കുന്ന ഒരു പ്രശ്നം ഇതൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരു വീടിന് തറയുണ്ടാക്കാൻ അല്ലെങ്കിൽ മക്കളുടെ കല്യാണം എന്ത് വന്നാലും ആ സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങളോട് ആദ്യം പറയേണ്ടതാണ്, നിങ്ങളുടെ വീട്ടിലൊരു ഭഗവതി അലഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്, നിങ്ങളത് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്, അവർ പുനരുദ്ധാരണം നടത്തിയേ നിങ്ങൾ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മൾ ഒരാളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പൊ പല പ്രാവശ്യം എൻ്റെ മക്കൾക്കായിട്ടും എൻ്റെ കുടുംബത്തിൽ പലർക്കും പല മരണങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടായി. പക്ഷെ അങ്ങനെ ആദ്യം വിശ്വാസം ഇല്ലാത്തവർക്കൊക്കെ വിശ്വാസം വന്നു തുടങ്ങി. പിന്നെ ഇവിടെ ഈ കുന്നിന്റെ മുകളിലുള്ള പല ആൾക്കാരും ഇതുപോലെ തന്നെ പല കാര്യങ്ങൾക്കൊക്കെ ഒരു കുട്ടീൻ്റെ 28 കല്യാണം എന്തിനും ഒരു പണിക്കരുടെ അടുത്ത് ഒരു ആശ വെക്കുമ്പോൾ ആദ്യം പറയുന്ന കാര്യം ഇതാണ്, നിങ്ങളുടെ കുന്നിന്റെ മുകളിൽ ഇങ്ങനെ ദേവതയുണ്ട്, അതിനെ ഇരുത്താതെ നിങ്ങൾക്ക് ഒരു ഐശ്വര്യം ഉണ്ടാവില്ല, നാശങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞു നാട്ടുകാരൊക്കെ ഞങ്ങളോട് പറയാൻ തുടങ്ങി. ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം ഈ പൊളിച്ചു കളഞ്ഞ അമ്പലം പൊളിച്ചു കളഞ്ഞ എൻ്റെ മാമൻ തന്നെ നിന്നിട്ട് തലറങ്ങി കൊണ്ട് മരിക്കുക ചെയ്തത്. അങ്ങനെയൊക്കെ ഒരുപാട് അതുപോലെ വല്ലാതെ കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് മരണം നടന്നിട്ടുണ്ട്. പിന്നെ അപകടങ്ങൾ, ആക്സിഡന്റ്, ഒരു എവിടെ പോലും ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ആൺകുട്ടികളൊക്കെ ക്ഷയിച്ചു പോകുക, വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിലും തന്നെ അവർക്ക് ജോലി ഇരിക്കണം, നാശമല്ലാതെ ഒന്നും ഇല്ലാത്തൊരവസ്ഥ. ഇപ്പം ബുദ്ധിമുട്ടില്ല പറഞ്ഞ ഈ അമ്പലം വരുന്ന ഞാൻ വേണ്ടി പുതുക്കി പണിതിട്ട് 3 വർഷമാകും. അപ്പൊ അതിന് മുമ്പ് വരെയുള്ള ഇപ്പൊ അതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആൺകുട്ടികളൊക്കെ ഒരു വഴിക്കായി തുടങ്ങി, പെൺകുട്ടികളുടെ കല്യാണം നടക്കാൻ പല പ്രശ്നങ്ങളും. കല്യാണം കഴിച്ച കുട്ടികൾക്ക് പോലും ഭർത്തൃ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളും അവർക്ക് തുറന്നു പോകാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഇപ്പൊ ഐശ്വര്യത്തിലേക്ക് വരുന്നു. താമരശ്ശേരി കാറ്റാടിക്കും ടോപ്പിലാണ്. വേറെ ഒന്നും പറയാനില്ല, ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയിലാണ്. കാരണം എവിടെ പോയാലും അന്യ ആൾക്കാർ, ഞങ്ങളെ കുടുംബത്തിലുള്ള അന്യ ആൾക്കാർ പറയുന്നത് എവിടെ പോയാലും ഒരു അതീവ ശക്തിയായ ഒരു ദേവിയാണ് ഇവിടെ ഉള്ളത്, അതിനെ നിങ്ങളിങ്ങനെ നിസ്സാരവൽക്കരിക്കരുത്, അതിന്റെ പവറും ശക്തി ഇത്രയ്ക്കുണ്ട്, ഞങ്ങൾ ആരും എവിടെ ചെന്നാലും പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളും പ്രതീക്ഷയിലാണ് ഇപ്പൊ ചെയ്തപ്പം. ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അയൽവക്കത്തുള്ള ആൾക്കാർക്കൊക്കെ ഈ കുന്നിൻ്റെ മുകളിൽ ആൾക്കാർക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ദുരിതങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. പലരും പറയുന്നുണ്ട് കല്യാണം നടക്കാത്തവർക്ക് നടക്കുന്നുണ്ട്, വീട് വെക്കാത്തവർ വെക്കുന്നുണ്ട്, ജോലി ഇല്ലാതെ വരുമാനം ബിസിനസ്സൊക്കെ നശിച്ചുപോയ ആൾക്കാരൊക്കെ അവരൊക്കെ ഉയർത്തെഴുന്നേറ്റ് ഒരു രക്ഷപ്പെട്ട് വരുന്ന രീതിയുണ്ട്. അപ്പം ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. ഇപ്പം എൻ്റെ മോനാണേലും ഇതിന് ഒരുപാട് ആത്മാർത്ഥമായിട്ട് ഒരുപാട് വിശ്വാസത്തോടെ ഇറങ്ങുന്ന ഒരാളെ, ചെറിയ 2ാമത്തെ അമ്മ 2 മക്കളും ആൺകുട്ടികൾ. അപ്പൊ അവർക്കും അതിൻ്റെതായ ഒരു മാറ്റങ്ങളും ഐശ്വര്യങ്ങളൊക്കെ. ഇത് എൻ്റെ വീടല്ല, ഇത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീടാണ്. അപ്പൊ ഞാന് താമരശ്ശേരിയാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ആഴ്ച ദിവസം മലയാള മാസം 1-ാം തീയതി ഞങ്ങൾ നട തുറന്ന് വിളക്ക് വയ്ക്കും. എൻ്റെ മോനാണ് നട തുറന്ന് വിളക്ക് വയ്ക്കുന്നത്. ആ ദിവസം ഒരു നോയമ്പെടുത്തിട്ട് 3-4 ദിവസം നോയമ്പെടുത്തിട്ട് എല്ലാ മലയാള മാസം 1-ാം തീയതി നട തുറന്ന് വിളക്ക് വയ്ക്കുന്നു. അങ്ങനെ ഇപ്പൊ നടത്തി പോരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇപ്പൊ ഐശ്വര്യത്തിലേക്ക് തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും